أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد الفائزين برضا الله. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, 41-ാം അധ്യായമായ സൂറത്ത് ഫുസ്സിലത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 43 ആയത്തുകൾ അള്ളാഹുവിൻ്റെ മഹനീയമായ തൗഫീഖ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 43 വരെയുള്ള ആയത്തുകളിൽ 42-43 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വമാണ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം സത്യമാണ്. അതിൽ എങ്ങനെ പരിശോധിച്ചാലും നിങ്ങൾക്ക് ഒരു മിഥ്യയായ അനാവശ്യമായ ഒരു കാര്യവും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞു. എന്തുകൊണ്ട്? അത് ഹക്കീമായ ഹമീദായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ്. എന്നാൽ എങ്ങനെയെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചാലും നന്മയിലേക്ക് ക്ഷണിച്ചാലും അതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു തരം നിഷേധികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, നിന്റെ മുമ്പുണ്ടായിരുന്ന റസൂലുകളോട് അവരോട് പറയപ്പെടുകയുണ്ടായിട്ടുള്ളതല്ലാതെ പുതുതായി ഒന്നും അങ്ങയുടെ സമൂഹം പറയപ്പെടുന്നില്ല. മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിനോട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആർക്കാണ് പുറത്തു കൊടുക്കേണ്ടത്, ആരെയാണ് ശിക്ഷിക്കേണ്ടത് എന്നൊക്കെ റഹ്മാനായ റബ്ബിന് അറിയാം എന്ന ഒരു സന്തോഷ വാർത്തയും താക്കീതുകളെല്ലാം മുമ്പ് കഴിഞ്ഞു പോയ ആയത്തുകൾ നൽകി. എന്നാൽ യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ പരിശുദ്ധമായ ഇസ്ലാമിക സത്യത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. അതിലുള്ള ഒരു ആക്ഷേപമായിരുന്നു, എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അറബിയല്ലാത്ത ഭാഷയിൽ ആയില്ല എന്ന ആക്ഷേപം. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാ, ഞങ്ങൾ അറബികളാണ്, മുഹമ്മദും അറബിയാണ്. എന്നാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ളൊരു വേദഗ്രന്ഥമാണെങ്കിൽ അള്ളാഹുവിന് എന്തുകൊണ്ട് അറബിയല്ലാത്ത ഒരു ഭാഷയിൽ ഇറക്കിക്കൂടായിരുന്നു? അറബിയല്ലാത്ത എന്തെല്ലാം ഭാഷകളുണ്ട്, അത്തരം ഭാഷകളിൽ ഇറക്കിക്കൂടായിരുന്നുവോ എന്ന ഒരു ആക്ഷേപം അവർ ഉന്നയിച്ചപ്പോൾ ആ ആക്ഷേപത്തിന് എന്തുകൊണ്ട് അറബിയല്ലാത്ത ഭാഷയിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചില്ല എന്ന അവരുടെ ആക്ഷേപത്തിനുള്ള മറുപടിയാണ് 44-ാമത്തെ ആയത്ത്. വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയ്യൻ ലഖാലൂ ലൗലാ ഫുസ്സിലത് ആയാതു അഅ്ജമിയ്യുൻ വഅറബിയ്യുൻ ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാഉ والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. എന്തായിരുന്നു മക്കയിലെ ആളുകളുടെ, മക്ക മുശ്രിക്കുകളുടെ ആരോപണം? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ് എന്നൊക്കെയാണല്ലോ നിന്റെ വാദം മുഹമ്മദ്. എന്നാൽ ആ അള്ളാഹുവിന് അറബി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇതിറക്കിക്കൂടായിരുന്നുവോ എന്നായിരുന്നു അവരുടെ ആക്ഷേപം. അതിന് അള്ളാഹു മറുപടി പറയുന്നത്, വലൗ ജഅൽനാഹു, നാം ആക്കിയിരുന്നുവെങ്കിൽ, നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, ആ വേദഗ്രന്ഥത്തിന് ഖുർആനൻ
ഖുർആനിനെ അഅ്ജമിയൻ, അഅ്ജം പറഞ്ഞാൽ അറബി അല്ലാത്ത എല്ലാ ഭാഷകൾക്കും പറയും. ഖുർആനൻ അഅ്ജമിയൻ, അറബി അല്ലാത്ത ഭാഷയിലുള്ള ഒരു ഖുർആനായി, ഒരു വേദഗ്രന്ഥമായിട്ട് നാം അതിനെ അവതരിപ്പിച്ചാൽ അപ്പോൾ അവരുടെ ആരോപണം എന്താകും? അവരുടെ ആക്ഷേപം എന്താകും? ലഖാലു, അവര് പറയുക തന്നെ ചെയ്യും, ലൗലാ ഫുസ്സിലത്ത്, എന്തുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നില്ല? എന്താണ് വിവരിക്കപ്പെടാത്തത്? ആയാത്തുഹു, അതിലുള്ള സൂക്തങ്ങൾ, അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളൊക്കെ എന്താണ് അവതരിപ്പിക്കപ്പെടാത്തത്? അഅ്ജമി, ഒരു അനറബിയോ വഅറബിയുൻ, ഒരു അറബിയുമോ? ആ സമയത്ത് അവരുടെ ആരോപണമുണ്ടാവുക. അപ്പൊ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഫാരിസി ഭാഷയിലോ ഉറുദുവിലോ മറ്റേതെങ്കിലും ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ അവർ പറയുക, ഞങ്ങളുടെ ഭാഷയിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തന്നുകൂടാ? ഞങ്ങൾ അറബികളാണ്, ഞങ്ങൾക്കെല്ലാം അറബിയാണ് അറിയുക. ഇത് പറഞ്ഞു തരുന്ന മുഹമ്മദാണ് പ്രബോധകനാണെങ്കിൽ ആ പ്രബോധകനും അറബി. അപ്പൊ എല്ലാവരും അറബിയായിരിക്കെ എന്തുകൊണ്ട് അറബിയിൽ അവതരിപ്പിച്ചില്ല എന്ന ആക്ഷേപമായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തീർച്ചയായും ആ ആരോപണം തീർച്ചയായും ന്യായവുമാണ്. ഒരു ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ പറയുന്ന വിഷയം എന്താണ് എന്ന് മനസ്സിലാകണം. ഇന്ന് പലപ്പോഴും പല ദഅവാ പ്രബോധന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലാണ്. വെള്ളിയാഴ്ചയുള്ള ഖുത്ബകൾ പോലും, എല്ലാ വെള്ളിയാഴ്ചയും നടത്തപ്പെടേണ്ട ഉത്ബോധനം, ഒരാഴ്ചയിൽ മനുഷ്യരെ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് അല്ലെങ്കിൽ കാലോചിതമായ ഉപദേശങ്ങൾ നൽകേണ്ട ഖുത്ബകൾ പോലും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ല നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നടക്കപ്പെടുന്നത്. ഇത് ന്യായമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ അറബി അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഭാഷയിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ലഖാലു, അവര് പറയുക എന്താണ്, ഇത് എന്തുകൊണ്ട് അല്ലാഹുവിന് അറബിയിൽ തന്നെ അവതരിപ്പിച്ചുകൂടായിരുന്നുവോ എന്നാണ് പറയുക എന്ന് അല്ലാഹു പറയുന്നു. പിന്നീട് തുടർന്ന് പറയുന്നു, ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ, എന്നാൽ ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവ അത്, ഏത് വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, അറബിയിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ, ഖുൽ നബിയെ പറയുക, ഹുവ അത്, ലില്ലദീന ആമനൂ വിശ്വസിച്ചവർക്ക്, ഹുദൻ അതൊരു മാർഗദർശനമാണ്. വിശ്വാസികളാകുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ അത് മാർഗദർശനമാണ്. അതിലുള്ള കൽപ്പനകൾ സ്വീകരിച്ച് അതിലുള്ള വിരോധനകളിൽ നിന്ന് വിട്ടുനിന്ന് എല്ലാം പരിശുദ്ധമായ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹുദയാൻ, സന്മാർഗമാണ്, മാർഗദർശനമാണ്. ആർക്ക്? ഇല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച ആളുകൾക്ക് അത് മാർഗദർശനമാണ്. വശിഫാഉൻ, അത് ശമനവുമാണ്. ഖുർആനിന്റെ മഹത്വമാണ് അല്ലാഹു തആല പറയുന്നത്. അത് ഹുദൻ വശിഫാ, മാർഗദർശനവും ശമനവും ആശ്വാസവുമാണ്. ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രയാസങ്ങൾക്കും എല്ലാത്തിനും പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അത് ശമനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എല്ലാ സംശയങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാ വിശ്വാസ വൈകല്യങ്ങൾക്കും പരിശുദ്ധമായ ഖുർആനിൽ ശമനമുണ്ട് എന്ന് അല്ലാഹു തആല ഇതിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നീട് അല്ലാഹു പറയുന്നത്, വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖർ വഹുവ അലൈഹിം അമാം. വല്ലദീന ലാ യുഅ്മിനൂന, എന്നാൽ വിശ്വസിക്കാത്തവരാകട്ടെ, വിശ്വസിച്ചവർക്ക് പരിശുദ്ധ ഖുർആൻ അത് സന്മാർഗമാണ്, അത് ശമനമാണ്. എന്നാൽ വല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്ത ആളുകൾ, ഫി ആദാനിഹിം, അവരുടെ കാതുകളിലുണ്ട്, വഖറുൻ, ഒരു തരം കട്ടിയുണ്ട്, ഒരു തരം ഭാരമുണ്ട്, വഹുവ അത് അലൈഹിം, അവർക്ക് അമ, ഒരു അന്ധതയുമാണ്. അവർ കാണില്ല. എങ്ങനെ പറഞ്ഞു കൊടുത്താലും എത്ര പറഞ്ഞു കൊടുത്താലും അതിനവർക്ക് പല ന്യായങ്ങളും ഉണ്ടാകും. വിശ്വസിക്കാത്ത ആളുകൾക്ക് അവരുടെ കാതുകളിൽ ഒരു തരം കട്ടിയുണ്ട്, അതവർക്കൊരു തരം അന്ധതയുമാണ്. ഇനി അല്ലാഹു തആല ഒരു ഉദാഹരണം പറയാം. ഉലൈക യുനാദൗന മിൻ മകാനിൻ ബഈദ്. ഉലൈക, അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഏത് കൂട്ടർ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, യുനാദൗന, അവർ വിളിക്കപ്പെടുന്നു, മിൻ മകാനിൻ ബഈദ്, ഒരു ദൂരമായ സ്ഥലത്ത് നിന്ന് അവരെ വിളിക്കപ്പെടുന്നു, അവർ വിളിക്കപ്പെടുന്നു. വളരെ ദൂരത്ത് നിന്ന് ഒരാളെ വിളിച്ചാൽ, വളരെ ദൂരത്ത് നിന്ന്
ഒരു സംവിധാനങ്ങളും ഇല്ലാതെ ഒരാളെ വിളിച്ചാൽ അയാൾക്കത് കേൾക്കുവാൻ കഴിയില്ല. ആ കേട്ടതിന് ഉത്തരം നൽകുവാനോ അയാൾക്ക് സാധ്യമല്ല. ഇതേപോലെ ഉപദേശിക്കുന്ന കാര്യം മനസ്സിലാകാതെ അത് ഗൗനിക്കാതെ ഇരിക്കുന്നവരെ, അങ്ങനെയുള്ളവരോട് സാദൃശ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാതെ മനസ്സിലാക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ ഏതുപോലെയാണ്? ഉലൈക യുനാദൗന മിൻ മകാനിൻ ബഈദ്, അക്കൂട്ടർ ഒരു വിദൂരമായ സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുകയാണ്. വളരെ ദൂരത്ത് നിന്ന് വിളിച്ചാൽ ആ വിളിക്കപ്പെടുന്ന ആളുകൾ കേൾക്കാത്തതുപോലെ, അവർക്ക് ഉത്തരം നൽകാൻ കഴിയാത്തതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ ആളുകൾക്കും ഉള്ളത്. അവരുടെ കാതുകളിൽ ഒരു തരം കട്ടിയാണ്. അതുകൊണ്ട് അവരുടെ ചെവികളിലേക്ക് അത് കേൾക്കുകയില്ല, അവർക്ക് കണ്ടറിയാനുള്ള മനസ്സുകളില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَاخْتُلِفَ فِيهِ وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ وَإِنَّهُمْ لَفِي شَكٍّ مِّنْهُ مُرِيبٍ. وَلَقَدْ آتَيْنَا, നാം കൊടുത്തിട്ടുണ്ട്, നാം നൽകിയിട്ടുണ്ട്, മൂസാക്ക് നാം നൽകിയിട്ടുണ്ട് അൽ കിതാബ, ഗ്രന്ഥം. വലഖദ് ആതൈനാ മൂസൽ കിതാബ, തീർച്ചയായും നാം മൂസക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഫഖ്തുലിഫ, എന്നിട്ട് ഭിന്നിപ്പുണ്ടായി, ഫീഹി, അതിൽ. മൂസക്ക് നാം തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകി, പക്ഷേ ആ വേദഗ്രന്ഥത്തിലും ഭിന്നിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. വലൗലാ കലിമത്തുൻ, ഒരു വാക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, സബഖത്ത്, മുൻകഴിഞ്ഞ ഒരു വാക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ പക്കൽ നിന്ന് മുൻകഴിഞ്ഞ ഒരു വാക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, ലഖുലിയ, തീരുമാനിക്കപ്പെടുമായിരുന്നു, ബൈനഹും, അവർക്കിടയിൽ. ലഖുലിയ, വിധിക്കപ്പെടുമായിരുന്നു, ബൈനഹും, അവർക്കിടയിൽ. സബഖത്ത്, മുൻകഴിഞ്ഞ. വഇന്നഹും, തീർച്ചയായും അവർ, ലഫീ ശക്കിൻ, ശക്ക്, സംശയം, സംശയത്തിൽ തന്നെയാണ്, മിൻഹു, അതിനെപ്പറ്റി, മുരീബ്, ആശങ്കാജനകമായ, ആശങ്കയുള്ള സംശയത്തിൽ തന്നെയാണ് അവർ. മൂസാ നബിക്ക് നാം വേദഗ്രന്ഥം കൊടുക്കുകയുണ്ടായി, എന്നിട്ട് അതിലും ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. നിനക്ക് മാത്രമല്ല, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിന് നാം വേദഗ്രന്ഥം നൽകിയപ്പോ അതിലും ഭിന്നിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ളൊരു വാക്ക് മുമ്പ് ഇല്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഉടൻ തന്നെ ആ ഭിന്നിപ്പുണ്ടായ ആ സമയത്ത് തന്നെ വിധി നടത്തപ്പെടുമായിരുന്നു. തീർച്ചയായും അവർ ഇതിനെ, ഖുർആനെ കുറിച്ച് ആശങ്കാജനകമായ സംശയത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മുമ്പുണ്ടായിരുന്ന വാചകം എന്നത് ഈ ഭൗതികമായ ജീവിതത്തിൽ വെച്ചുണ്ടായ ദുഷ്കർമ്മങ്ങൾ, ആ ദുഷ്കർമ്മങ്ങളുടെ ശിക്ഷ പരലോകത്ത് വെച്ചാണ് നൽകുക എന്ന നിശ്ചയത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകിയത്. പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നൽകുന്നതാണ്. ഇവിടെ വെച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളെ ആ നിലക്ക് തന്നെ അവരെ ശിക്ഷിക്കുകയോ പിടികൂടുകയോ ഇല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച എല്ലാ ആളുകളെയും അപ്പോൾ തന്നെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ ആരൊക്കെയാ ദുനിയാവിൽ ബാക്കിയുണ്ടാവുക? അങ്ങനെ പിടിച്ച് ശിക്ഷിക്കില്ല. കാരണം റഹ്മാനായ റബ്ബ്, അവൻ റഹ്മാനാണ്. ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹ് ഇല്ലെന്ന് പറയുന്ന, എല്ലാം വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്ന നിരീശ്വരവാദികൾക്കും നിർമ്മിതവാദികൾക്കും ധിക്കാരികൾക്കും ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകൾക്കും അവിശ്വാസികൾക്കും എല്ലാം ആ റഹ്മാനായ റബ്ബ് കാരുണ്യം ചെയ്യുന്നുണ്ട്. അവരെയൊന്നും അല്ലാഹു തആല ദുനിയാവിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കുന്നില്ല. അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവർക്ക് വായു കൊടുക്കുന്നു, അവർക്ക് സമ്പത്ത് കൊടുക്കുന്നു, അവർക്ക് വീട് കൊടുക്കുന്നു. കാരണം റഹ്മാനായ റബ്ബ് എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ സമൂഹത്തിന്റെ കഥ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി, പക്ഷേ അവർ അതിൽ അവിശ്വസിച്ചു. അവരെ നശിപ്പിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിധി ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാക്ക്, അഥവാ എല്ലാവരെയും ദുനിയാവിൽ വെച്ചുകൊണ്ടല്ല സൃഷ്ടിക്കുന്ന, നാളെ പരലോകത്താണ് അതിൻ്റെ കൃത്യമായ
എല്ലാത്തിനുമുള്ള ശിക്ഷകളും രക്ഷകളും നാളെ പരലോകത്താണ് എന്ന ആ കൽപ്പന വാക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരെയും കൃത്യമായി ആ സമയത്ത് തന്നെ വിധി നടത്തുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. പഠിക്കാനും പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.